ഇപ്പോൾ സ്വർണ്ണക്കുള്ള പാരഡി പാട്ടിന്റെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിൽ. അവരെല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെ ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും അതിലുണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരാരും വർക്ക് തരില്ലല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് പിന്നെ സത്യത്തിൽ ഈ വർക്കിറക്കി ഓരോരുത്തരും വർഷങ്ങളായിട്ട് ഈ കലാ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഒരുപാട് വർഷത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും പാരഡി ഗാനങ്ങളും ഇറക്കിയിട്ടുള്ള ആൾക്കാരാണുള്ളത്. ഇത് അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അത് പിന്നെ നമ്മുടെ ഹനീഫ മുടിക്കോട് അത് ഏറ്റെടുത്തു. സുബൈർ പന്തലൂർ അത് പിന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചു. ഞങ്ങളത് വേദിയിൽ പാടി. ആ വേദിയിൽ പാടിയ വിഷ്വലാണ് ഇപ്പം ചാനലുകളൊക്കെ വരുന്നു. ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് അതിൻ്റെതായ സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട്. പക്ഷേ പിന്നെ വിശ്വാസികൾക്ക് ആർക്കും ഇത് വ്രണപ്പെട്ടിട്ടില്ല, അതിൽ 100% ഉറപ്പാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ 2 മാസം ഈ പാട്ട് പാടിയിട്ട് അതിന് ഇടയ്ക്ക് ഒരുപാട് വിശ്വാസികളെ ഞങ്ങളെ വിളിച്ചു. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ശബരിമലയ്ക്ക് പോകുന്ന ഒരു സംഘത്തിൽ ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ പാട്ടിട്ട് പോകുന്ന വിശ്വാസികൾക്ക് ആർക്കും ഈ പാട്ടിൽ ഒരു വരി പോലും വ്രണപ്പെട്ടില്ല. പക്ഷേ ഇത് വ്രണപ്പെട്ട ചില ആൾക്കാർ നമ്മൾ 2-3 മാസമായിട്ട് വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണോ പ്രതിസ്ഥാനത്ത് അവർക്കിത് വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു വിശ്വാസിക്ക് പോലും ഒരു വേദനയുള്ള ഒരു വരി പോലും അതിലില്ല. ഞങ്ങൾ ശബരിമല വിഷയം മാത്രമല്ല ഇതിലുള്ളത്. ഇപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പിന്നെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളുണ്ട്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ബാധ്യതകളുണ്ട്. അത്തരത്തിൽ ഒരുപാട് സംഗതികൾ ആ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു വിശ്വാസിയെ മാത്രം വേദനിപ്പിക്കുന്ന പാട്ടല്ല. അയാൾ 600-ലധികം പാട്ട് എഴുതിയ ആളാണ്. അയാൾ രാഷ്ട്രീയമായിട്ടും മാപ്പിളപ്പാട്ടായിട്ടും അങ്ങനെ പല രീതിയിൽ പാട്ട് എഴുതിയ ആളാണ്. സ്വർണ്ണക്കുള്ള കേസിലെ പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.